എക്സാമിലേക്കുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുൾ ടൈം പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IEO എന്ന് പറയുന്ന എക്സാമിലേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ബ്രാഞ്ചസും പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ചില ബ്രാഞ്ചസിൽ തീർച്ചയായിട്ടും ടോപ്പേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഇലക്ട്രിക്കലിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സെറ്റ് ഓഫ് ഉദ്യോഗാർത്ഥികളുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ മറ്റ് എക്സാമുകൾക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാം. അതിനിടയിൽ എങ്ങനെ നമുക്ക് ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ നോക്കാം. ഒരു 6 മന്ത് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, എന്നാൽ നിങ്ങളിത് പാരലലായിട്ട് നിങ്ങൾ ഇതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാമിനേഷനിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IEO എക്സാമുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാനാണ്. ഒരുപാട് വീഡിയോസുകൾ നമ്മൾ IEO ബേസ്ഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെന്ന് ചെയ്തിട്ടുണ്ട്. കാരണം IEO പോസ്റ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും IEO എക്സാമിനെ കുറിച്ചും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ആളുകളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, IEO പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യും വേണം. ഇപ്പോഴും അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം കഴിഞ്ഞ എക്സാമിനേഷനിൽ 58ഓളം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഇനിയും അഡ്വൈസ് പോകാനിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റ്, IEO പോസ്റ്റ് എന്ന് പറയുന്ന വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബ് എല്ലാ ബ്രാഞ്ചുകാർക്കും, എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകാർക്കും പറ്റിയിട്ടുള്ള ഈ ഒരു ബ്രാഞ്ചിലേക്കുള്ള അല്ലെങ്കിൽ ഈ ഒരു എക്സാമിലേക്കുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുൾ ടൈം പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ എക്സാമിനൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആർക്കെല്ലാമാണ് ഈ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക, ഏത് സ്ട്രാറ്റജിയാണ് നമുക്ക് ഏറ്റവും നല്ലത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ആ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെക്റ്റഡ് ഡേറ്റ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ PSCയുടെ ഒരു കറൻറ്റ് ട്രെൻഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു അനാലിസിസ് നടത്തുന്നത്. നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് April 1st വീക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 6 മന്തിനുള്ളിലാണ്, സാധാരണഗതിയിൽ ഒരു 6 മന്തിനുള്ളിൽ എക്സാം നടക്കാറുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാനൊരു 6 മന്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊരു എക്സാം പ്ലാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 6 മന്ത് എങ്കിലും നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു പ്ലാൻ സെറ്റ് ചെയ്യാൻ. കാരണം അതിനപ്പുറത്തേക്ക് വൈകുമെന്ന് ചോദിച്ചാൽ മേ ബി വൈകുമായിരിക്കും, അതിനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കാരണം എന്താണ്, PSCയുടെ കലണ്ടറിൽ വരാത്ത ഒരു എക്സാമാണ് IEO എന്ന് പറയുന്ന എക്സാമിനേഷൻ. പക്ഷേ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എമർജൻസി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് IEO എക്സാമിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഒരു 6 മന്തിനുള്ളിൽ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം. മേ ബി, ഞാനത് കൺഫേം ആയിട്ട് പറയാമല്ലോ കേട്ടോ. എന്നിരുന്നാലും ആ ഒരു പ്ലാൻ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടായിരിക്കണം. 6 മന്തോ അല്ലെങ്കിൽ ഒരു 8 മന്തോ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ വർഷം ലാസ്റ്റിലേക്കായിരിക്കും എക്സാം എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം PSC കലണ്ടർ റിവൈസ് ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ഈ എക്സാമിനേഷനിൽ എന്തെല്ലാം ടോപ്പിക്കുകളാണ് വരുന്നത് എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ സിവിൽ 20 ക്വസ്റ്റ്യൻസ്, മെക്കാനിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്, ഇലക്ട്രിക്കലിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്, ഇലക്ട്രോണിക്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്, കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് എക്സാമാണ്. അപ്പോൾ ഇവിടെ തന്നെ ജനറൽ നോളജോ അല്ലെങ്കിൽ മറ്റു ടോപ്പിക്കിൽ നിന്നോ ഒന്നും ക്വസ്റ്റ്യൻസുകളില്ല. കോർ സബ്ജക്റ്റുകളിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്. ഈ ഒരു എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും ഇതൊരു അൺബയാസ്ഡ് എക്സാമിനേഷൻ ആണെന്ന് പറയും. എന്തുകൊണ്ട് അൺബയാസ്ഡ് എക്സാമിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കറൻ്റായിട്ട് നടന്ന, നിങ്ങളിപ്പോൾ ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, സിവിൽ ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, റീസെൻ്റ് ആയിട്ട് നടന്ന എല്ലാ PSC പരീക്ഷകളിലും ടോപ്പ് റാങ്കിൽ വരുന്ന ആളുകൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാകും. കാരണം അവരെന്തായിരിക്കും, എല്ലാ ലിസ്റ്റിലും കോമൺ ആയിട്ട് ആദ്യത്തെ ഒരു 50 റാങ്കിൽ ഭൂരിഭാഗം ആളുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിസ്റ്റിലും അതേ റാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അവർ 1, 2, 3 വർഷം ഈ എക്സാമുകൾക്ക് പിന്നാലെ ഇരുന്ന് പഠിക്കുന്ന ആളുകളായിരിക്കും. ഒരു 2-3 വർഷമൊക്കെ നമ്മളൊരു എക്സാമിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വെക്കാൻ തുടങ്ങിയാൽ പിന്നെ ഏത് കോർ എക്സാമിനേഷൻ വന്നാലും അവർ തന്നെയായിരിക്കും ടോപ്പേഴ്സായിട്ട് വരുന്നുണ്ടാവുക. എന്നാൽ ഈ എക്സാമിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, IEO എന്ന് പറയുന്ന എക്സാമിലേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ബ്രാഞ്ചസും പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ചില ബ്രാഞ്ചസിൽ തീർച്ചയായിട്ടും ടോപ്പേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഇലക്ട്രിക്കലിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സെറ്റ് ഓഫ് ഉദ്യോഗാർത്ഥികളുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്കൽ മാത്രമേ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സിവിലും മെക്കാനിക്കലും ഇലക്ട്രോണിക്സിലും കമ്പ്യൂട്ടർ സയൻസിലൊക്കെ അവരെന്തായിരിക്കും, ബിഗിനർ ആയിരിക്കും. ഇത് തന്നെയാണ് എല്ലാ ബ്രാഞ്ചുകാരുടെയും ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ബ്രാഞ്ചിൽ നിങ്ങൾ സ്ട്രോങ് ആകുക, അതോടൊപ്പം തന്നെ
മറ്റു ബ്രാഞ്ചസിലേക്ക് നിങ്ങൾ കയറി പഠിക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് ഈ എക്സാമിൽ നല്ല റാങ്ക് കരസ്ഥമാക്കാൻ പറ്റുക. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, അതായത് സെൽഫ് പ്രിപ്പറേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗേറ്റ് പ്രിപ്പറേഷൻ കൊണ്ടോ ആ ലെവലൊക്കെ പഠിച്ച് കോർ സബ്ജക്റ്റ് സ്ട്രോങ് ആക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിൽ ഒരു അഡ്വാൻറ്റേജും വരുന്നില്ല. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരേ തരത്തിലുള്ള, അതായത് വളരെ ഫെയർ ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് ഈ ഒരു IEO എന്ന് പറയുന്ന എക്സാമിനേഷൻ. സോ നിങ്ങൾ ഈ അവസരം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. ഇനി ഈ എക്സാമിൻ്റെ ഒരു സ്ട്രാറ്റജി ചോദിച്ചപ്പോൾ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, നമ്മൾ IEO എക്സാമിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കണോ, മറ്റ് എക്സാമുകളൊക്കെ മാറ്റി വെച്ച് IEOക്ക് വേണ്ടി ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണമെന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. പേഴ്സണലി അങ്ങനെ ഒരു അഭിപ്രായം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന സജഷൻ എന്ന് പറയുന്നത്, കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരു എക്സാമിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഈവൻ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഇപ്പോൾ KSEBയുടെ ഒരു സബ് എഞ്ചിനീയർ എക്സാം വിളിക്കാമെന്ന് വിചാരിക്കാം. ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതിലേക്ക് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള KSEBയുടെ എക്സാം ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാം. പക്ഷേ നമ്മൾ ഇതേപോലുള്ള എക്സാംസുകൾ ഒരു ലെസ് ദാൻ 100 വേക്കൻസി ഒക്കെ വരുന്ന എക്സാമുകളിൽ നമ്മൾ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത്, ബെറ്റർ ആയിട്ടുള്ള കാര്യം മൾട്ടിപ്പിൾ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പല തരത്തിലുള്ള എക്സാംസുകൾ. ഞാൻ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ നിങ്ങൾ മറ്റ് എക്സാമുകൾക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാം. അതിനിടയിൽ എങ്ങനെ നമുക്ക് ഈ സബ്ജക്റ്റിനെ മനസ്സിലാക്കാൻ നോക്കാം. ഒരു 6 മന്ത് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഡെയിലി ഒരു 2 hours നിങ്ങൾക്ക് മാറ്റി വെക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി 2 hours മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 360 hours എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് IEO എക്സാമിന് വേണ്ടി മാറ്റി വെക്കാൻ സാധിക്കും. അപ്പോൾ IEO എക്സാമിൻ്റെ കാര്യത്തിൽ കോമ്പറ്റീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ എക്സാമിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കുറവാണ് എന്ന് മാത്രമല്ല, ഈ എക്സാമിലെ ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകുന്ന ആളുകൾ പോലും കുറവായിരിക്കും. കാരണം മറ്റു ബ്രാഞ്ചസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയിട്ട് സ്വന്തമായിട്ട് പഠിക്കാമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിരിക്കും. കാരണം നമുക്ക് ഒട്ടും അറിയാത്ത വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെയാണ് എൻട്രി ആപ്പിൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ IEO കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു 180 ഡേയ്സിനുള്ളിൽ ഡെയിലി ഒരു 2 hours എങ്കിലും മിനിമം സ്പെൻഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ മറ്റു ബ്രാഞ്ചസിലെ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 6 മന്ത് ടോപ്പിക്ക് കവർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഈ കോമ്പറ്റീഷനിൽ ഒരു എഡിച്ചെടുക്കുകയാണ്. കാരണം എന്താണ്, മറ്റുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിന് വേണ്ടി മറ്റ് എക്സാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനു വേണ്ടി മാത്രം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളില്ല. എന്നാൽ നിങ്ങളിത് പാരലലായിട്ട് നിങ്ങൾ ഇതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാമിനേഷനിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താ വേണ്ടത്, നല്ലൊരു ഡിറ്റർമിനേഷനാണ് അല്ലേ. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി 2 hours ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷനും ആ ഒരു ഡെഡിക്കേഷനും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ എക്സാം നല്ല വിജയം കരസ്ഥമാക്കാൻ പറ്റും. സോ എൻട്രിയിൽ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സോ IEO എക്സാമിന് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക. നല്ല വിജയങ്ങൾ, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നല്ല റെക്കഗ്നിഷൻ കിട്ടുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് IEO. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യരുത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.